അങ്ങനെ നവ്യയുടെ 5-ാം മാസത്തെ ചടങ്ങുകൾ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. നന്ദു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അനാമിക മുത്തശ്ശനെയും ദേവയാനെയും സമീപിക്കുന്നുണ്ടെങ്കിലും ആരും അത് വകവയ്ക്കുന്നുണ്ടാകില്ല. അങ്ങനെ അവസാനം അനാമിക തന്നെ നേരിട്ട് നന്ദുവിനെ ഫോൺ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ ചടങ്ങിന് വന്നു പോകരുത് എന്നൊക്കെ. അപ്പോൾ അനാമികയുടെ ഈ ഒരു ഭീഷണി കേട്ട് നന്ദുവും അങ്ങോട്ട് കണക്കിന് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവസാനം നന്ദു തന്നെ അവളോട് പറയുകയാണ്, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. പക്ഷേ അത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, നിൻ്റെ മുഖം കാണാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഫോൺ കോൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അനാമികയുടെ സംസാരമാണെങ്കിൽ അനി കേട്ടിട്ടുണ്ടാകും. അനി എന്നിട്ട് അനാമികയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്തിനാണ് ഇപ്പം ഇങ്ങനെ അങ്ങ് ഫോൺ വിളിച്ച് പറയേണ്ട ആവശ്യം? നന്ദു അവരുടെ ആരാന്ന് നിനക്ക് അറിയില്ലേ? നവ്യയെടുത്തിയുടെയും നയനയെടുത്തിയുടെയും സ്വന്തം അനീതിയാണ്. അങ്ങനെ ഒരു സ്ഥാനം ഉള്ളപ്പോൾ നന്ദുവിനോട് വരരുത് എന്ന് പറയാൻ നിനക്ക് എന്ത് അധികാരം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ടാകും അനാമികയോട്. അപ്പോൾ അനാമികയാണെങ്കിലും അനിയോട് പറയും, നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, നീ എല്ലാം ഇവിടെ ഇരുന്ന് കേട്ട് നിൽക്കുമായിരുന്നല്ലേ, നിനക്കിപ്പോൾ നന്ദു വന്നിട്ട് വേണം അവളോട് സംസാരിച്ച് ഇങ്ങനെ കിന്നരിച്ച് നടക്കാൻ, അതിനു വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു ആണും പെണ്ണും കേട്ട ഒരു ഭർത്താവിനെയാണല്ലോ എനിക്ക് കിട്ടിയത്, നാശം എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് അനാമികയാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം അവിടുന്ന് എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട്, ഓ എന്തൊരു മാരണമാണിത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അനിയാണെങ്കിൽ ഫോൺ എടുത്ത് നന്ദുവിന് മെസ്സേജ് അയക്കുന്നുണ്ട്, വോയിസ് മെസ്സേജ്. നന്ദു, നീ ചടങ്ങിന് തീർച്ചയായും വരണം, നീ വരുന്നതും നിന്നെ കാണുന്നതും നിന്നോട് സംസാരിക്കുന്നതൊക്കെയാണ് എനിക്കിപ്പോൾ ഏക ആശ്വാസം, അതുകൊണ്ട് തീർച്ചയായും നന്ദു വരണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അനി നന്ദുവിന് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ടാകെ. അപ്പോൾ നന്ദു ആണെങ്കിൽ ആ വോയിസ് മെസ്സേജ് കേട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കനക വരുന്നത്. എന്നിട്ട് കനക നന്ദുവിനോട് പറയുന്നുണ്ട്, ആദർശ് മോൻ്റെ മുത്തശ്ശി വിളിച്ചിരുന്നു മോള് പലഹാരം കൊണ്ട് പോകാൻ തീർച്ചയായും വരണം എന്നാണ് പറയുന്നത്, ഞങ്ങളുടെ കൂടെ മോളും അതുകൊണ്ട് എന്തായാലും വരണം, അവരത്രയൊക്കെ നിർബന്ധിച്ചതല്ലേ, അപ്പം നമുക്കങ്ങനെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നന്ദുവിന് സന്തോഷമാകുന്നുണ്ട്, മുഖത്ത് ഭയങ്കര ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് കനക പറയുന്നുണ്ട്, പക്ഷെ നീ അവിടെ ചെന്നിട്ട് അനിയോട് മിണ്ടാനൊന്നും നിൽക്കരുത്, അനാമികയ്ക്ക് അതൊന്നും ഇഷ്ടമില്ല, അറിയാലോ മോളെ എന്നൊക്കെ പറയുമ്പോൾ നന്ദു ആണെങ്കിലും പറയും, അതിനിപ്പോൾ എന്താ ഞാൻ അവനോട് മിണ്ടിയെന്ന് വെച്ചിട്ട്, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ അവനാണ് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്, ഞാൻ അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര വിഷമാണെന്ന് അവൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, ഇനി അവനെ അങ്ങനെ വിട്ടാൽ ശരിയാകില്ല, ഞാൻ അവനെ കണ്ട എന്തായാലും സംസാരിച്ചിരിക്കും, ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാലും ഞാൻ ഒഴിഞ്ഞു മാറി പോകില്ല, ഉറപ്പായിട്ട് ഞാൻ സംസാരിച്ചിരിക്കും എന്ന് പറഞ്ഞ് നന്ദു ഇങ്ങനെ കനകയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ കനകയാണെങ്കിൽ ആ ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഈശ്വര, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഒരു പരുങ്ങലോടെയാണ് കനകയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതേസമയം ദേവയാനി ആണെങ്കിൽ നയനയ്ക്കും നവ്യയ്ക്കും ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും നവ്യോടായിരിക്കും ചോദിച്ച് മനസ്സിലാക്കുന്നത്. നയനയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ പെട്ടെന്ന് അവരോട് ഇങ്ങനെ സ്നേഹം തോന്നുമ്പോൾ എന്താണ് എന്ന് സംശയം തോന്നില്ല നവ്യയ്ക്ക്. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി കുറേ ദേഷ്യമുള്ള പോലെയൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട്. ഇഷ്ടമായിട്ടൊന്നല്ല ഞാനിത് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക്. അങ്ങനെയാണ് ഓരോ ലിസ്റ്റൊക്കെ വാങ്ങിയെടുക്കുന്നത് കേട്ടോ, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ, നയനയ്ക്കും ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ. അങ്ങനെ എന്നിട്ട് ദേവയാനി പിറ്റേ ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ടാബ്ലറ്റൊക്കെ കഴിച്ച് അടുക്കളയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. അനാമികയാണെങ്കിൽ രേവതിയോട് പരാതികളൊക്കെ പറഞ്ഞിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മേ, ആ നന്ദു ചടങ്ങിന് വരുമെന്നാണ് തോന്നുന്നേ, വല്യമ്മ ഇപ്പോൾ പഴയ പോലൊന്നും അല്ല, ആ നവ്യയ്ക്കും നയനയ്ക്കും ഭയങ്കര സപ്പോർട്ടാണ്, വല്യമ്മയുണ്ടല്ലോ ആ നവ്യയ്ക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രേവതി അപ്പോൾ പറയുന്നുണ്ട്, എന്നാലും അവർക്കിത് എന്തു പറ്റി? മുമ്പ് അവരെ കണ്ട കീരിയും പാമ്പും പോലെ ആയിരുന്നല്ലോ അവരുടെ മനോഭാവം, ഇപ്പം ഇങ്ങനെയൊക്കെ ആവാൻ എന്തായിരിക്കും പെട്ടെന്ന് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അനാമികയാണെങ്കിലും പറയുന്നുണ്ട്, അറിയില്ല ഇപ്പം ഇങ്ങനെ ഒരു മാറ്റത്തിന് എന്താകും കാരണം, എന്നാൽ അസുഖം വന്ന ശേഷം വല്യമ്മ ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ പറയേ. അപ്പോൾ രേവതി ആണെങ്കിലും പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, എന്താണ് കാര്യം എന്ന് മോളുടെ അച്ഛനോടൊന്ന് കാര്യമായി അന്വേഷിക്കാൻ പറയാം, എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം എന്നൊക്കെ പറയേ. അപ്പോൾ അനാമികയാണെങ്കിലും ശരി അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയും. ഈ സമയമാകും ദേവയാനി അതുവഴി കടന്നു വരുന്നത്. അപ്പോൾ അതുവഴി കടന്നു പോകുന്ന സമയത്ത് അനാമിക ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരുടെ സംസാരത്തിൽ ഈ ഒരു ചടങ്ങിനെ പറ്റിയും അതുപോലെ അനാമിക നവ്യയെ പറ്റിയും അതിനെപ്പറ്റിയും ഇങ്ങനെ
ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഒരു നിമിഷം ഒന്നും അവിടെ നിൽക്കേണ്ടി വരികയാണ്. കാരണം ഇവർ ആ കാര്യങ്ങളൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും ഇവർ പറയുന്നത് എന്നറിയാൻ വേണ്ടി ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു സംശയം തോന്നിയിട്ട്. അപ്പോൾ രേവതി ആണെങ്കിലും പറയുന്നുണ്ട്, ചടങ്ങിൻ്റെ കാര്യം ഓർത്ത് മോള് വിഷമിക്കേണ്ട, ആ ചടങ്ങ് നമുക്ക് കലക്കണം, നന്ദു അവിടെ വരില്ല എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കേ. അപ്പോൾ അനാമികയാണെങ്കിലും പറയുന്നുണ്ട്, ഈ ചടങ്ങ് നടക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ, നമ്മുടെ ഒരുപാട് പ്ലാനൊക്കെ പൊളിഞ്ഞു, പക്ഷെ അതുപോലെ ആവരുത് ഇത്, ഞാനൊന്ന് എന്തായാലും ആലോചിക്കട്ടെ ഇങ്ങനെ പറഞ്ഞ് അനാമിക കോള് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കാര്യം കേൾക്കുമ്പോൾ ദേവയാനി ശരിക്കും ഒന്ന് ഷോക്കാകുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ ഇത്രമാത്രമൊക്കെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്? അപ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ പ്ലാൻ ഇവിടെ ഒപ്പിച്ചിട്ടുണ്ടാകുമോ? എന്നാലും ഇങ്ങനെ ഒരു ചടങ്ങ് നിർത്താൻ വേണ്ടിയിട്ട് ഇവർ എന്ത് പ്ലാനാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ സ്വയം ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം ദേവയാനിയിൽ സംശയങ്ങൾ ഉടലെടുക്കുകയായി. ഈ അനാമിക ഇത്രയ്ക്കും ക്രൂര മനസ്സുള്ള കുട്ടിയായിരുന്നോ? ഒരു ഗർഭിണിയായ കുട്ടിയുടെ ചടങ്ങ് മുടക്കാൻ മാത്രം ഇപ്പോൾ എന്താണ് കാര്യം? അനാമിക ഈ വീട്ടിൽ വന്ന ശേഷമാണ് ഈ വീട്ടിൽ മോഷണവും ഫുഡിൽ പോയിസൺ ആകുന്നതും അങ്ങനെ സകല പ്രശ്നങ്ങളും ഉണ്ടായി തുടങ്ങിയത്. ഇനി അനാമികയാകുമോ ഞാൻ കുടിച്ച പാലിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടാകുക? ഏതായാലും നയന ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ നവ്യയും ചെയ്യില്ല, കാരണം നവ്യയ്ക്ക് കുടിക്കാൻ വെച്ച പാലായിരുന്നല്ലോ അത്. അപ്പോൾ ഇതാരായിരിക്കും ചെയ്തിട്ടുണ്ടാകുക? അനാമികയാണെങ്കിൽ ഫോണിൽ ഏതൊക്കെയോ പ്ലാനിൻ്റെ കാര്യങ്ങൾ പൊളിഞ്ഞതും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതാ ആ ഒരു ചടങ്ങ് മുടക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അനാമികയായിരിക്കുമോ ആ ഒരു കാര്യം ചെയ്തത്? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ദേവയാനിയിൽ ഉടലെടുക്കുകയാണ്. എന്നിട്ട് ഈ വീട്ടിൽ തന്നെ ആരോ കുടുംബത്തിൻ്റെ നാശം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ദേവയാനി മനസ്സിലാക്കുകയാണ്. അത് എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ പുറത്ത് കൊണ്ടുവരണം, ആരായാലും ശരി. ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇനി ഞാനെങ്കിലും അത് കണ്ടുപിടിച്ചേ മതിയാകൂ. അനാമിക നവ്യയുടെ ചടങ്ങ് കലക്കാൻ നിൽക്കുകയല്ലേ, അവളുടെ ആഗ്രഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനതെന്തായാലും നടത്തിയിരിക്കും ആ ചടങ്ങ്. അതുമാത്രമല്ല, എൻ്റെ നയനമോളുടെ ചോരയാണ് നവ്യ, അവൾക്ക് സങ്കടം വരുത്തുന്ന ഒന്നും ഞാനിനി പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല. ആ ചടങ്ങ് ഞാൻ വളരെ ഭംഗിയായി തന്നെ നടക്കാൻ എന്തായാലും മുന്നിട്ടിറങ്ങും. അനാമികയുടെ പ്ലാൻ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് ദേവയാനി.